أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയുടെ 32-ാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ ഇവിടെ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകും. പറയുന്നു, അവൻ ആദമിന് എല്ലാ നാമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അനന്തരം അവൻ അവയെ മലക്കുകളുടെ മുമ്പിൽ വെച്ചുകാട്ടി. എന്നിട്ട് അവൻ പറഞ്ഞു, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഇവയുടെ നാമങ്ങൾ എന്നോട് പറയുക. കഴിഞ്ഞ 2 ദർസുകളിലായി വഅല്ലമ ആദമൽ അസ്മാ എന്നതിനെക്കുറിച്ച് തന്നെയായിരുന്നു നാം ചർച്ച ചെയ്തത്. അതായത് അസ്മാ എന്ന പദത്തിന് എങ്ങനെയൊക്കെ വ്യാഖ്യാനം വരാം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു ചർച്ച ചെയ്യുകയുണ്ടായിരുന്നത്. ഇന്നത്തെ ദർസിലും അതേ വിഷയത്തിൻ്റെ തുടർച്ചയാണ്. മുമ്പ് പറയുകയുണ്ടായി, വഅല്ലമ ആദമൽ അസ്മാ എന്നതിന്, അതായത് അള്ളാഹു ആദമിന് എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു കൊടുത്തു എന്നതിന് കൊടുക്കാൻ കഴിയുന്ന ഒരു അർത്ഥം അള്ളാഹുവിൻ്റെ സിഫത്തുകളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു എന്നായിരുന്നു. രണ്ടാമതായി പറയുകയുണ്ടായി, അറബി ഭാഷയുടെ തത്വം ഹദ്റത്ത് ആദമിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു എന്ന്. കഴിഞ്ഞ ദർസിൽ ആ ഒരു കാര്യം വിശദീകരിച്ച് പറയുകയുണ്ടായി. അള്ളാഹു അറബി ഭാഷയുടെ തത്വങ്ങൾ ഹദ്റത്ത് ആദമിന് പഠിപ്പിച്ചു കൊടുത്തു എന്നതിന് അറബി ഭാഷ അതിൻ്റെ നിലവിലെ രൂപത്തിൽ ആദം നബിക്ക് പഠിപ്പിക്കപ്പെട്ടു എന്നോ അല്ലെങ്കിൽ ആദം നബിക്ക് ശേഷം അതിന് വികസനം ഉണ്ടായിട്ടില്ല എന്നോ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. മറിച്ച് ഈ ആയത്തിൻ്റെ ആശയമനുസരിച്ച് അറബി ഭാഷയുടെ ചില അടിസ്ഥാന തത്വങ്ങൾ അന്നത്തെ കാലത്ത് തന്നെ സ്ഥാപിക്കപ്പെട്ടു എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നീട് അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ വാക്കുകൾ വികസിച്ചിട്ടുണ്ടോ എന്നതിന് ഈ വിഷയവുമായി യാതൊരു ബന്ധവുമില്ല. അത് അറബി ഭാഷയുടെ ഈ ശ്രേഷ്ഠതയ്ക്കോ പ്രത്യേകതയ്ക്കോ ഒരു കുറവും വരുത്തുന്നില്ല. എന്നാൽ തത്വങ്ങൾ അടിസ്ഥാനപരമായി അതുതന്നെയാണ്. ആ തത്വങ്ങളെ പിൻപറ്റി ഭാഷ മുന്നോട്ട് വികസിച്ചുകൊണ്ടിരുന്നു. ഇനി വഅല്ലമ ആദമൽ അസ്മാ എന്ന വാക്യത്തിന് കൊടുക്കാൻ കഴിയുന്ന മറ്റൊരു വ്യാഖ്യാനം കൂടിയുണ്ട്. അല്ലമ എന്നതിന് ബാഹ്യമായ പഠിപ്പിക്കലിന് പുറമെ പ്രകൃതിപരമായി ലഭിക്കുന്ന അറിവ് എന്നും അർത്ഥമുണ്ട്. അതായത് വിവിധ വിജ്ഞാനങ്ങൾ പഠിക്കാനുള്ള കഴിവ് അള്ളാഹു ആദം നബിയുടെ പ്രകൃതിയിൽ തന്നെ ഉൾക്കൊള്ളിച്ചു എന്ന്. ഓരോ ജീവവർഗവും സ്വന്തം വർഗവുമായി ബന്ധപ്പെട്ട അറിവുകൾ ഒരു പരിധിവരെ പരസ്പരം പഠിക്കുമെങ്കിലും തങ്ങളുടെ പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നത് വ്യക്തമാണ്. ഇതിനർത്ഥം ഓരോ ജീവിവർഗത്തിനും അള്ളാഹു വ്യത്യസ്ത കഴിവുകളുടെ പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യന് അറിവ് നേടാനുള്ള കഴിവ് വേറെയാണ്. തത്ത, മൈന, കുതിര, നായ എന്നിവയ്ക്കുള്ളത് വ്യത്യസ്തവുമാണ്. തത്തകളും മൈനകളുമൊക്കെ പഠിപ്പിച്ചാൽ കുറച്ച് വാക്കുകൾ പഠിക്കുമെങ്കിലും കാര്യങ്ങൾ പൂർണ്ണമായി ഗ്രഹിച്ചുകൊണ്ട് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ അവർക്ക് സാധിക്കില്ല. എന്നാൽ മനുഷ്യന് അത് സാധിക്കൂ. കുതിരകളും നായകളും ചില അഭ്യാസങ്ങൾ പഠിക്കുമെങ്കിലും മനുഷ്യനെപ്പോലെ അവരുടെ പഠനം വിപുലമല്ല. അതിനാൽ ഈ ആയത്തിൻ്റെ ഒരർത്ഥം ഇതുമാകാം. അള്ളാഹു മനുഷ്യനിൽ വിപുലമായ വിജ്ഞാനങ്ങൾ നേടാനുള്ള കഴിവ് സ്ഥാപിച്ചു. ഈ സാഹചര്യത്തിൽ അല്ലമൽ അസ്മാ എന്നതിന് വിവിധ വസ്തുക്കളുടെ സവിശേഷതകൾ മനസ്സിലാക്കാനുള്ള കഴിവ് മനുഷ്യനിൽ അള്ളാഹു വളർത്തി എന്നർത്ഥമാക്കാം. ആദം നബിയുടെ കാലം മുതൽ ഇന്നുവരെ മനുഷ്യൻ വിവിധ ശാസ്ത്രങ്ങളിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും അവൻ്റെ അറിവ് ഓരോ ദിവസവും വർദ്ധിക്കുകയും ചെയ്യുന്നത് ഇതിന് തെളിവാണ്. ഇവിടെയും അസ്മാ എന്നതിന് സവിശേഷതകൾ, അതല്ലെങ്കിൽ ഗുണങ്ങൾ, സിഫത്ത് എന്നതൊക്കെ തന്നെയാണ് അർത്ഥം വരിക. പക്ഷേ സിഫാത്തെ ഈ ലാഹിയാക്ക് പകരം, അതായത് ദൈവിക ഗുണങ്ങൾക്ക് പകരം സിഫാത്തെ തബഈയ, അതായത് പ്രകൃതിപരമായ ഗുണങ്ങൾ എന്ന് വ്യാഖ്യാനിക്കപ്പെടും. യുക്തിശാസ്ത്രപരമായി ഈ അർത്ഥങ്ങളുടെ വിശദീകരണം ആദമിന് വിവിധ വസ്തുക്കളെക്കുറിച്ച് ചിന്തിക്കാനും അവയുടെ യാഥാർത്ഥ്യം കണ്ടെത്താനും മറ്റുള്ളവരെ പഠിപ്പിക്കാനുമുള്ള കഴിവ് അവനിൽ വെച്ചു എന്നാണ്. അതുപോലെ തന്നെ ഈ ആയത്തിൻ്റെ വിശകലനത്തിൽ നിന്ന് മനസ്സിലാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന, അതായത് ആദം നബിക്ക് പഠിപ്പിച്ച അസ്മാ, അതും ഖിലാഫത്തും
തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു മലക്കുകളോട് ഒരു ഖലീഫയെ, അതായത് ഒരു പ്രതിനിധിയെ ഭൂമിയിൽ നിശ്ചയിക്കുന്നതിനെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. എന്നാൽ ഈ ആയത്തിൽ അള്ളാഹു ആദം നബിക്ക് ചില പ്രത്യേക പേരുകൾ, അതായത് അസ്മാ പഠിപ്പിച്ചു എന്ന് വെളിപ്പെടുത്തുന്നു. തുടർന്നു വരുന്ന 2 ആയത്തുകളിലും ഈ പേരുകളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതിനുശേഷമാണ് മലക്കുകളോട് ആദം നബിയെ അനുസരിക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നത്. ഇത് വ്യക്തമാക്കുന്നത് ആദം നബിയുടെ ഖിലാഫത്ത് ആരംഭിക്കുന്നത് ഈ അസ്മാ പഠിപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് എന്നതാണ്. അപ്പോൾ മുതൽ മലക്കുകൾക്ക് അദ്ദേഹത്തെ സഹായിക്കാനും പിന്തുണയ്ക്കാനും നിർദ്ദേശം ലഭിച്ചു. അതിനാൽ ആദ്യത്തെ ആയത്ത് ഖിലാഫത്തിനെക്കുറിച്ചുള്ള ഒരു പൊതുവായ അറിയിപ്പ് മാത്രമായിരുന്നു. പിന്നീട് ആദം നബിക്ക് അസ്മാ പഠിപ്പിക്കപ്പെട്ടപ്പോൾ അത് അള്ളാഹു തൻ്റെ പ്രതിനിധിയായി തിരഞ്ഞെടുത്ത വ്യക്തിയെ വ്യക്തമാക്കുന്ന നടപടിയായിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ ആയത്തിൻ്റെ ബാക്കി വിശദീകരണം അടുത്ത ദർസുകളിൽ കേൾപ്പിക്കുന്നതായിരിക്കും. ജസാക്കുമുല്ലാഹു വഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.